കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം ശ്ലോകം 7. നമ്മൾ 6 ചെയ്ത 7. ഗർഭസ്ഥനായി ഭുവി ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചുമുതകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി ത്വദ്ഭക്തിവർദ്ധനമുദിക്കേണമെൻ മനസി നിത്യം തൊഴായി വരിക നാരായണായ നമഃ. ഗർഭസ്ഥനായിട്ട് എന്ന് പറഞ്ഞാൽ കർമ്മഫലാനുഭവത്തിനായിട്ട് ഏതെങ്കിലും അമ്മയുടെ ഗർഭത്തിൽ നമ്മൾ കുറേ മാസങ്ങൾ ജീവിച്ച്, അതാണ് ഗർഭസ്ഥനായി എന്ന് പറഞ്ഞിട്ട് അല്ലേ. നമ്മുടെ കർമ്മഫലം അനുസരിച്ച് ആരുടെ വയറ്റിലാണ് ജനിക്കേണ്ട വെച്ചാൽ അവിടെ ജനിച്ച് 8-9 മാസത്തോളം അവിടെ കിടന്ന് ഭൂവി, പിന്നെ ഭൂമിയിൽ ജനിച്ചും മരിച്ചും, ജനിക്കണു, കുറേ കാലം ജീവിക്കണു, മരിക്കണു. ഏതുപോലെ ഒരു ജലത്തിലെ പൊള്ളം പോലെ ഉണ്ടാവുക, കുറച്ച് നേരം ആ പൊള്ളം നിലനിൽക്കും, പിന്നെ പൊട്ടി മറയും ചെയ്യും അല്ലേ. അതേപോലെയുള്ളൂ, ജനിച്ചു, കുറച്ച് കാലം ജീവിച്ചു, നമ്മൾ മറിഞ്ഞു പോണു. ഒരു വെള്ളത്തിലൊരു പൊള്ളം ഉണ്ടാവണു, കുറച്ച് നേരം നിൽക്കണു, അതിൻ്റെ ഉള്ളിലത്തെ ആ കാറ്റും കൂടി നിൽക്കണു, അത് കുറച്ച് കഴിഞ്ഞാൽ പൊട്ടി മറഞ്ഞു പോണു. അതുപോലെയുള്ളൂ ജനനാന്ത്യ എന്ന നിത്യഗതി. ഇവിടെ ജനനാന്ത്യം എന്ന് പറഞ്ഞാൽ ജനനങ്ങളുടെ അവസാനം എന്നല്ല കേട്ടോ. ഒരു ജനിച്ചു കഴിഞ്ഞ് ആ ജനനത്തിന് എന്താന്ത്യം? മരണമല്ലേ. അതായത് ജനനാന്ത്യം എന്ന നിത്യഗതി പറഞ്ഞാൽ ജനിച്ചിട്ട് പിന്നെ ആ ജീവിത അവസാനത്തിൽ മരണസമയത്ത് മോക്ഷം ലഭിക്കണില്ല. അതായത് ഒരു അന്ത്യത്തിൽ മരിക്കണമല്ലോ. ആ മരിക്കുമ്പോൾ എൻ മനസ്സി, അങ്ങനെ ആ സമയത്ത്, അതുകൊണ്ട് എൻ്റെ മനസ്സിൽ, അതായത് പിന്നെന്താണ്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും ജനിക്കുകയാണല്ലോ ഞാൻ, മോക്ഷം ലഭിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് എൻ മനസ്സി, എൻ്റെ മനസ്സിൽ ഭക്തിവർദ്ധനം ഉദിക്കണം. അതായത് ഭഗവാനോടുള്ള ഭക്തി ഉദിക്കാൻ തന്നെ ഭാഗ്യം വേണം അല്ലേ. കുറച്ചൊരു ഭക്തി ഉണ്ടാവാൻ തന്നെ ഭാഗ്യം വേണം. എന്നിട്ട് ആ ഭക്തി വർദ്ധിക്കണം. അതാണ് പറയുന്നത്, ഭക്തി വർദ്ധന ഉദിക്കണം. ഭക്തി ഉദിച്ച് അത് വർദ്ധിച്ച് വരണം. അതിനായിട്ട് നിത്യം തൊഴായി വരിക. അങ്ങനെ ഭക്തി വർദ്ധിച്ച് ഞാൻ മോക്ഷത്തിന് അർഹനാവാൻ വേണ്ടി അതിന് അങ്ങയെ ദിവസേന വന്ദിക്കാൻ ഉള്ള ഭാഗ്യം എനിക്കുണ്ടാവട്ടെ, അല്ലെങ്കിൽ ഞാൻ വന്ദിക്കാൻ ഇടവരട്ടെ. നാരായണായ നമഃ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗർഭം ധരിക്കുക, ജനിക്കുക, ജീവിക്കുക അല്ലേ, മരിക്കുക, ഇതൊക്കെ നമ്മൾ എന്നും ചുറ്റും കാണുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ സ്വന്തം ശരീരത്തിൽ, സ്വന്തം ഗർഭത്തിൽ ജനനം എടുക്കണതും ആ കുട്ടി ജനിക്കണതും വലുതാവണതും ഒക്കെ നമുക്ക് അനുഭവമാണ്. എന്നിട്ട് ഓരോരുത്തരും നമ്മളെ 4 പുറമുള്ളവരും ഒക്കെ അങ്ങനെ ജനിച്ച് ജീവിച്ച് മരിക്കുന്നത് കാണുന്നുണ്ട്. ജീവികളാണെങ്കിലും ഇപ്പോൾ ജന്തുക്കളാണെങ്കിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ടാലും സാധാരണക്കാരായിട്ടുള്ള നമുക്ക് ഈ ജനന മരണ ചക്രത്തിൽ ചുറ്റിത്തിരിയുന്ന ദുഃഖത്തെ പറ്റിയോ അതിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള മാർഗം എന്താണെന്ന് ചിന്തിക്കണതിനെ പറ്റിയോ നമ്മളൊന്നും ബോധരാവണില്ല, അതിനെപ്പറ്റിയൊന്നും ആലോചിക്കണില്ല. ആ മോചനത്തിനുള്ള ഒരു വഴിയാണ് എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞു തരണതേ. ഇപ്പോൾ ഇവിടെ നമുക്ക് ഓർമ്മിക്കാവുന്നത് എന്താ വെച്ചാൽ, ഈ ഭാഗവതത്തിൽ കപില വാസുദേവമൂർത്തി അമ്മയായ ദേവഹൂതിക്ക് കൊടുക്കണ കപിലോപദേശം ഉണ്ടല്ലോ, അതിൽ കപില ഭഗവാൻ പറയുന്നുണ്ട്,
നമ്മൾ വിചാരിക്കണ പോലെ ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് സുഖമൊന്നും അല്ല എന്നാണ് പറയണത്. അതായത് ഈ പിന്നെ എന്താ പറയുക, ഗർഭത്തിൽ കടക്കുമ്പോൾ ഒന്നാമത് ഒരു ദേഹം ഒരു ദേഹിയും, അതായത് അമ്മയുടെ ദേഹവും ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആത്മാവ് ചൈതന്യമുണ്ട്. ആ ഒരു ദേഹിയുടെ ഉള്ളിലാണ് നമ്മൾ വേറൊരു ദേഹിയും ഒരു ആത്മാവുമായിട്ട് ജനിക്കണത്. അപ്പം 2 ദേഹങ്ങളെ ഒരേ ദേഹത്തിൽ വസിക്കുകയാണ്. അമ്മയുടെ ദേഹവും നമ്മുടെ ദേഹവും ആ കുട്ടിയുടെ ദേഹവും അല്ലേ. അപ്പം അവിടെ ഞെരുങ്ങി പിടിച്ച് ഇളകാൻ പോലും സ്ഥലമില്ലാതെ, ഇനി എന്തെങ്കിലും കൃമികളോ എന്ത് കഴിച്ചാലും ഒന്നും അതിന് പ്രതിവിധി ചെയ്യാൻ പറ്റാതെ, കരയാൻ പറ്റാതെ, അമ്മ എന്ത് ഭക്ഷണം കഴിച്ചു അത് മാത്രം ലഭിച്ച്, അപ്പം അമ്മ അരുതാത്ത ഭക്ഷണം കഴിക്കുന്ന അമ്മയാണെങ്കിൽ അതും സഹിക്കണം, എരി പുളി വല്ലാതെ അല്ലേ. അപ്പം അങ്ങനെ വയറ്റിൽ കിടക്കണത് ഒരു സഫറിങ് ആയിട്ടാണ് കപിലാമൂർത്തി പറയണത്. അപ്പോൾ അങ്ങനെയും പറയണ്ടല്ലോ അതിൽ, എന്താ പറയണ, അപ്പം ആ കുട്ടി വയറ്റിൽ കിടക്കുന്ന സമയത്ത് വിചാരിക്കത്ര, ഈശ്വരാ ഞാൻ എത്ര ഒക്കെ ഓർമ്മയുണ്ടാവും എന്നാണ് പറയണത്. അപ്പോൾ പഴയ ജന്മങ്ങളൊക്കെ. എന്നിട്ട് വിചാരിക്കും, ഞാൻ എത്ര കടുത്ത പാപങ്ങളും പിന്നെ എന്താ പറയുക ഉപദ്രവങ്ങളൊക്കെ ചെയ്തു, എന്നിട്ട് തന്നെയാണ് എനിക്ക് ഈ വയറ്റിലിങ്ങനെ ഈ ഒരു അനുഭവം അനുഭവിക്കേണ്ടി വന്ന് ഇങ്ങനെ കിടക്കണത് 9 മാസത്തോളം എനിക്കിങ്ങനെ ദുരിതം അനുഭവിക്കേണ്ട ഗതികേട് ഉണ്ടായത് ഞാൻ ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത പാപം തന്നെയാണെന്ന് വിചാരിക്കത്തില്ല ആ കുട്ടി. എന്നിട്ട് ആ കുട്ടി വിചാരിക്കും, ഇനി ഞാൻ പുറത്തേക്ക് വന്നാൽ തീർച്ചയായിട്ടും ഭഗവത് സ്മരണോടെ ഇരുന്നിട്ട് എനിക്കിനി ജനിച്ചു കഴിഞ്ഞാൽ ആ ഒരു ജന്മം കൂടി കഴിഞ്ഞാൽ ഒരു ജന്മം വേണ്ട എനിക്ക്, ഞാൻ നിരന്തര ഭഗവത് സ്മരണയോടുകൂടി ഇരിക്കാം എന്ന് ആ കുട്ടി വിചാരിക്കത്രേ ജനിക്കണ വരെ. പക്ഷേ ആ ജനനത്തിൻ്റെ ഒരു ട്രോമ ഉണ്ടല്ലോ, അമ്മയ്ക്ക് മാത്രമല്ലല്ലോ ഈ കുട്ടിക്കുണ്ടല്ലോ, ചെറിയൊരു ദ്വാരത്തു കൂടെ പോരണ്ടേ. അപ്പം അമ്മയ്ക്കും കുട്ടിക്കും ഒരുപോലെ ട്രോമയുണ്ട്. ആ ട്രോമയിൽ വയറ്റിൽ വെച്ച് സ്വയം പ്രോമിസ് ചെയ്താൽ, അല്ലെങ്കിൽ ഈശ്വരനോട് പ്രോമിസ് ചെയ്താൽ എല്ലാം അങ്ങോട്ട് മറക്കത്രേ. അങ്ങനെ പറയുന്നുണ്ട് കപിലോപദേശത്തിൽ. അത് പിന്നെ വേറൊരു തരത്തിലാണ് സമ്പാദിയോട് പിന്നെ ഈ ഒരു താപസൻ പറയണതായിട്ട് എഴുത്തച്ഛൻ രാമായണത്തിൽ പറയണത് എങ്ങനെയറിയോ, അത് പിന്നെ ബാലകൃഷ്ണൻ നായർ സാറ് കോട്ട് ചെയ്തിട്ടുണ്ട്. പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജ സർവകാലം നിരൂപിച്ചു ഏത് ഗർഭസ്ഥ ശിശുവെ ദുഃഖിച്ചു ജാഠര പ്രതപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ. എന്നിട്ട് വിചാരിക്കുകയാണ് ഈ കുട്ടി, വയറ്റിൽ കിടക്കുന്ന കുട്ടി, 10 മാസം തികയും വിധൗ ഭൂതലെ ചിത്തതാപേന പിറക്കും വിധിവശാൽ. അപ്പോഴോ ഞാൻ ജനിക്കുമ്പോൾ എന്താ ഉണ്ടാവുക, സൂതിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനം യോനിരന്ധ്രേണ പീഡാൻവിധം. ഇങ്ങനെ ഞാൻ ആ പ്രസവവേദനയുടെ ട്രോമയിൽ അതൊക്കെ മറന്ന് പിന്നെ ഞാൻ ആദ്യം ഈശ്വരസ്മരണ ഇല്ലാതെ പാപങ്ങൾ ചെയ്ത് ബന്ധനസ്ഥനായി തീരുമെന്ന് പറയുക. അപ്പോൾ എന്താണ് പറഞ്ഞാൽ, ഈ ജന്മം ഒടുങ്ങിയിട്ട്, ഈ ജന്മം വേണ്ട, ഇങ്ങനെ ജന്മം ഒടുങ്ങിയിട്ട് ഗതി വരണം ചോട്ടെ, ഈശ്വരഭക്തി ഉദിച്ച് അത് വർദ്ധിക്കണം, എല്ലാം ഈശ്വരമയമായിട്ട് കാണാൻ കഴിയണം. എന്നുവെച്ചാൽ മുക്തിക്ക് മുഖ്യ കാരണം ഭക്തിയാണെന്ന് ഭാഗവതം ആവർത്തിച്ച് പറയുന്നുണ്ട്. എത്ര ദിക്കില്ല. അപ്പം പ്രഹ്ലാദനാണെങ്കിൽ 9 ഭക്തി പറഞ്ഞു കൊടുക്കണു. ആർക്ക്? ഹിരണ്യകശിപുവിന്. എന്താണ് അത്? വളരെ ഫേമസ് ആണല്ലോ. സ്മരണം, കീർത്തനം, വിഷ്ണോഹോ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം അല്ലേ. അങ്ങനെ പിന്നെ ഈ മഹാബലിയുടെ ആത്മനിവേദനം വരെ കീർത്തിക്കുക, നാമം ജപിക്കുക, എപ്പോഴും വിഷ്ണുവിൻ്റെ പാതാരവിങ്ങളിൽ സ്മരിക്കുക, പിന്നെ പറ്റണത്ര വിഷ്ണുവിനെയും വിഷ്ണു ഭക്തന്മാരെയും സേവിക്കുക, പിന്നെ എന്തെങ്കിലും സ്റ്റാച്യൂവിൽ അതായത് ബിംബത്തിൽ അർച്ചന ചെയ്യുക, വന്ദിക്കുക, നമസ്കരിക്കുകയും വന്ദിക്കുകയും ചെയ്യുക വിഷ്ണുവിനെയും വിഷ്ണു ഭക്തന്മാരെയും. പിന്നെയോ ഒരു ദാസനെ പോലെ ഹനുമാനെ പോലെ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അർജുനെ പോലെ സഖിയായിട്ട് എപ്പോഴും കാണുക, അല്ലെങ്കിൽ
മഹാബലിയെ പോലെ ആത്മനിവേദനം അവനവനെ തന്നെ അർപ്പിക്കുക. അപ്പോൾ പലതരത്തിൽ നവവിധ ഏത് ഭക്തിയായാലും വേണ്ടില്ല, ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കണം. ആ ഭക്തി എനിക്ക് വർദ്ധിക്കണം. അത് മാത്രമേ ഇപ്പോൾ ഈ ജന്മം ഒടുങ്ങാൻ ഒരു വഴിയുള്ളൂ എന്ന് പറയണം. അതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കണത്. തൊഴായി വരിക എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഭക്തി പല പ്രകാരത്തിലാവാം. ഇപ്പോൾ നോക്കൂ, ഗോപികമാർക്ക് പ്രേമഭക്തി അല്ലേ, കംസന് ഭയം, ഭയന്ന് ഏത് സമയത്തും കൃഷ്ണയാണ് വിചാരം. എട്ടാമത്തെ പുത്രൻ കൊല്ലുന്ന ആ ശാപം കേട്ടതിന് ശേഷം ഏത് നിമിഷവും ഭയത്തോടു കൂടിയാണ് കൃഷ്ണനെ വിചാരിച്ചിരുന്നത്. അപ്പം ഭയം കൊണ്ടും മോക്ഷം കിട്ടി. പിന്നെയോ നമുക്കറിയാലോ, വിദ്വേഷഭക്തി. കുറേ ആൾക്കാരുണ്ട്, ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, ശിശുപാലൻ, ദന്തഭക്തൻ, അവരൊക്കെ ദ്വേഷം കൊണ്ട് ഭഗവാനെ സ്മരിച്ച ആളാ. എങ്ങനെയെങ്കിലും നിരന്തര സ്മരണം വേണം. ഒന്നുകിൽ പ്രേമം, അല്ലെങ്കിൽ ഭയം, അല്ലെങ്കിൽ ദ്വേഷം, അല്ലെങ്കിൽ എൻ്റെ സ്വന്തമാണെന്ന് വിചാരിച്ചിട്ട്, ഭഗവാൻ എൻ്റെ സ്വന്തമാണെന്ന് വിചാരിച്ചിട്ട്. യാദവന്മാരൊക്കെ അങ്ങനെയാണ്. പാണ്ഡവന്മാരാച്ച സ്നേഹം, പിന്നെ പറയാനില്ല സ്നേഹത്തോടു കൂടിയിട്ടുള്ള ബഹുമാനം, ഭക്തി. അത് പറയാനില്ല. നമ്മൾ ഈ ഭാഗവത ഭക്തന്മാരൊക്കെ സ്മരിക്കൂലോ രാവിലെ. പ്രഹ്ലാദ, നാരദ, പരാശര, പുണ്ടരീക, വ്യാസാംബരീഷ, ശുക, ശൗനക, ഭീഷ്മലാഭ്യാൻ, രുക്മാംഗദ, അർജുന, വസിഷ്ഠ, വിഭീഷണാദീൻ പുണ്യാനിമാൻ പരമഭാഗവതാൻ സ്മരാമി. നമ്മൾ തന്നെ രാവിലെ സ്മരിച്ചാൽ നല്ലതാന്ന് പറയും. അമ്മ എപ്പോഴും ചൊല്ലിയിരുന്നതാണ്. അപ്പോൾ ഏത് നിലയ്ക്കാണെങ്കിലും നിരന്തര ഭഗവത് സ്മരണം ഉണ്ടായാൽ നമ്മളെ ഭക്തി വർദ്ധിക്കും. എന്നിട്ടോ അല്ലെങ്കിൽ എന്ത് വികാരമാണെങ്കിലും ഭഗവാന്റെ നേർക്ക് തിരിച്ചു വിട്ടാൽ മതി എന്നാണ് പറയണത്. പക്ഷെ നമുക്കിപ്പോൾ ഭക്തി എടുക്കുക, ഇതിലതല്ലേ പറഞ്ഞത്. ഭക്തി വർദ്ധിച്ച് എല്ലാറ്റിലും ഭഗവത് സ്വരൂപം കാണാൻ തുടങ്ങും, എല്ലാറ്റിലും ഭഗവാൻ സാന്നിധ്യവും കാണാൻ തുടങ്ങും. അതാണ് ഈ ജന്മം ഒടുങ്ങി മോക്ഷം കിട്ടാൻ ഒരേ ഒരു വഴി. അതിന് വേണ്ടിയിട്ട് എനിക്ക് ഭഗവാനെ തൊഴാൻ സാധിക്കണേ. അതായത് നോക്കൂ, ഒരു ഇതിൽ നമ്മൾ പറയേണ്ടത് എന്താ വെച്ചാൽ, ഒരു ശരീരം നമ്മളെ ഉപേക്ഷിച്ചിട്ടേ, നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന ശരീരം ഉപേക്ഷിക്കണതാണല്ലോ മരണം എന്ന് പറയുക. ആ മരണം കഴിഞ്ഞാൽ ആ ശരീരത്തിൽ ഇരുന്നിരുന്ന സൂക്ഷ്മ ശരീരം ആ സ്ഥൂല ശരീരം വിട്ടുപോകുമല്ലോ. എന്നിട്ട് ആ സൂക്ഷ്മ ശരീരം പിന്നെ സൂക്ഷ്മ ശരീരത്തിൽ എന്തൊക്കെയുള്ള വെച്ചാൽ പഞ്ചപ്രാണനുണ്ട്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. ആ പഞ്ചപ്രാണങ്ങളും ഇന്ദ്രിയങ്ങളും വെച്ചാൽ കണ്ണ മൂക്കല്ല, ഇന്ദ്രിയ ശക്തി തീറ്റോ. പഞ്ചപ്രാണങ്ങളും ഇന്ദ്രിയങ്ങളും അന്ധക്കരണവും അടങ്ങണതാണ് സൂക്ഷ്മ ശരീരം. അന്ധക്കരണം വെച്ചാൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അപ്പോൾ സൂക്ഷ്മ ശരീരത്തിൽ പഞ്ചപ്രാണങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും അന്ധക്കരണവും ഉണ്ട്. ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും അനുസരിച്ച് കർമ്മബന്ധനം ഉള്ള ഒരു അച്ഛൻ്റെ, നമ്മുടെ അച്ഛനാവാൻ പോകുന്ന ആളുടെ സൂക്ഷ്മ ശരീരത്തിൽ കയറും. ആ അച്ഛൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ കയറും ആര്? ഈ ബോഡി മരിച്ചുപോയ ആ സൂക്ഷ്മ ശരീരം അവനവൻ്റെ കർമ്മഗതിക്കനുസരിച്ചിട്ടും മനസ്സിൽ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും അനുസരിച്ചിട്ടും കർമ്മബന്ധനമുള്ള വേറൊരു സൂക്ഷ്മ ശരീരമുള്ള നമ്മളുടെ അച്ഛനാവാൻ പറ്റുന്ന ഒരാളുടെ സൂക്ഷ്മ ശരീരത്തിൽ കയറും. എന്നിട്ട് പിന്നെ ആ അച്ഛൻ കർമ്മബന്ധമുള്ള ഒരമ്മയുടെ ഗർഭത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കും. ഈ മരിച്ചുപോയ സൂക്ഷ്മ ശരീരത്തിന് അച്ഛൻ അമ്മയുടെ സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കും. ആ അമ്മയായിട്ടും കർമ്മബന്ധനം ഉണ്ടാവും, എന്നാലേ ആ അമ്മേനെ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഓരോരുത്തരുടെ ജന്മവും അത്ര യുനീക്കാണ്. കാരണം എൻ്റെ അമ്മയുടെ വയറ്റിൽ ജനിക്കണം വെച്ചാൽ എൻ്റെ കർമ്മഫലവും അച്ഛൻ്റെ കർമ്മഫലവും അമ്മയുടെ കർമ്മഫലവും ഒക്കെ മാച്ച് ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വെറുതെ അല്ല ഒരു ആളുടെ വയറ്റിൽ ജന്മം എടുക്കണത്, അത് വളരെ യുനീക്കാണ്. പിന്നെ കർമ്മഫലം അനുഭവിക്കണത് ഏത് തരത്തിൽ വേണോ നമ്മളെ അപ്രകാരം തന്നെ നമ്മൾ വളർന്നു വരും ചെയ്യും. അതൊക്കെ കപില മഹർഷി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള കർമ്മഫലം, അതിനനുസരിച്ചിട്ടുള്ള അച്ഛനെയും അമ്മയും തിരഞ്ഞെടുക്കും. ആ അച്ഛൻ്റെ അമ്മയുടെ മകനോ മകളോ ആയിട്ട് ജനിക്കും.
എന്നിട്ട് നമ്മുടെ കർമ്മഫലം അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ തന്നെ സൃഷ്ടിക്കും. നമ്മൾ തന്നെ സൃഷ്ടിക്കാമെന്ന് പറയാൻ വയ്യ. നമ്മുടെ കർമ്മഫലത്തിൻ്റെ ശക്തി അങ്ങനത്തെ എല്ലാ എന്താണ് സർക്കംസ്റ്റൻസസിൽ നമ്മളെ കൊണ്ടിടും. നമ്മുടെ വാസന നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കും. അതനുസരിച്ച് നമ്മൾ കർമ്മഫലം അനുഭവിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാം വളരെ കണക്റ്റഡാണ്. നമ്മളുടെ എല്ലാവരുടെയും എല്ലാം വളരെ 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 കണക്റ്റഡാണ്. അപ്പോൾ ഈ ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ പറഞ്ഞില്ലേ, അത് വളരെ നല്ല ഉദാഹരണമാണ്. നമ്മൾ ഭാഗവതത്തിൽ അത് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതന്നെ തിരമാലയും പിന്നെ പൊള്ളവും വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ശരിക്കും പറയാ അത് വളരെ നല്ലൊരു നമുക്ക് ഈ ബ്രഹ്മം മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് മനസ്സിലാക്കാനും വളരെ നല്ലൊരു ഉദാഹരണമാണ്. അതായത് ഇപ്പോൾ വെള്ളം ഇങ്ങനെ ഇളകാതെ നിൽക്കുകയാണെങ്കിൽ ഒരു കുമിളയില്ലല്ലോ. ഒട്ടും ഇളകാതെ നിൽക്കണ ഒരു വെള്ളാച്ച ഒരു കുമിള ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് കാറ്റിങ്ങനെ അടിക്കണ സമയത്ത് അതിൽ കുമിളകൾ പൊന്തും അല്ലേ. എന്നിട്ട് ശരിക്കും പറയാച്ച ആ കുമിള വെള്ളം തന്നെയാണ്. ആ കുമിളയിലൊരു ലേശം എയറുണ്ട്. അതങ്ങോട്ട് പുറത്തേക്ക് പോയാൽ അവിടെ വെള്ളം തന്നെ ഉള്ളൂ ശരിക്കും അല്ലേ. എയറുണ്ട്, ആ എയർ പോയി പുറത്തെ അറ്റ്മോസ്ഫിയറിലത്തെ എയറിൽ പിന്നെ ലയിക്കും. ഈ തുള്ളി വെള്ളം ഉണ്ടല്ലോ കുമിളയിൽ നിന്നത്, അത് ഈ വെള്ളത്തിലേക്ക് തന്നെ വീഴും. അപ്പം ശരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ തിരെടുത്താലും അങ്ങനെയാണ്. ഒരു തിര ഇങ്ങനെ ഉണ്ടാവണു കാറ്റടിക്കുമ്പോൾ. അപ്പം നമ്മളതിനെ തിരാന്ന് പറയും, പക്ഷെ അത് വെള്ളം തന്നെയാണ്. ആ തിര താഴത്തേക്ക് അങ്ങോട്ട് വന്നാൽ അത് വെള്ളമായി അല്ലേ. അപ്പം ശരിക്കും വെള്ളം തന്നെയാണ് നമ്മൾ തിരയായിട്ട് കാണുന്നതും തിര അല്ലാണ്ടായി പിന്നെ വെള്ളമായി കാണുന്നതും. അതുപോലെയാണ് ബ്രഹ്മത്തിലത്തെ ഒരു കുമിള പോലെയുള്ളൂ ഈ അതായത് നമുക്ക് പറയാച്ചാൽ ഈ പ്രപഞ്ചം തന്നെ ഒരു കുമിളയുള്ളൂ. അപ്പം നമ്മളൊക്കെ കുഞ്ഞു കുമിള എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലേ. സമഷ്ടി പറഞ്ഞാൽ എന്താ, ഹോൾ പ്രപഞ്ചം കേട്ടോ. അതായത് ഇപ്പോൾ സമഷ്ടിയും വൃഷ്ടിയും ഇതുവരെ ഞാൻ കേൾക്കാത്തവർക്ക് വേണ്ടി പറയുകയാണ്. സമഷ്ടിയും വ്യഷ്ടി എന്താ വെച്ചാൽ, സമഷ്ടി പറഞ്ഞാൽ ഒരു കാർഡ് എടുക്കുക, ആ ഹോൾ കാർഡിനെ നമ്മൾ സമഷ്ടി എന്ന് പറയും. അതിലത്തെ ഒരു മരം വ്യഷ്ടിയാണ്. അങ്ങനെ കുറേ മരങ്ങൾ കൂടിയിട്ടാണല്ലോ സമഷ്ടി ഉണ്ടാവണത്, കുറേ വ്യഷ്ടി കൂടിയിട്ട്. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ പ്രപഞ്ചമാണ് ശരിക്കും പറയാച്ചാൽ. അതാണ് ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും എന്ന് പറയണത്. അതായത് ബ്രഹ്മാണ്ടത്തിലുള്ളത് മുഴുവൻ പിണ്ടാണ്ടത്തിലുണ്ടെന്ന് പറയും. ഈ ബ്രഹ്മാണ്ടത്തിലുള്ളത് മുഴുവൻ നമ്മുടെ ഈ ശരീരത്തിലുണ്ടെന്ന് പറയും. അപ്പോൾ ബ്രഹ്മാണ്ടം സമഷ്ടി, പിണ്ടാണ്ടം നമ്മുടെ ശരീരം വ്യഷ്ടി, അങ്ങനെയാണ്. അപ്പോൾ എന്താ പറഞ്ഞ വെച്ചാൽ ഈ പിന്നെ ബ്രഹ്മാണ്ടം മുഴുവൻ അത് നല്ല ഉദാഹരണമാണത്. കാരണം ശരിക്ക് ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അതിൽ പൊന്തി മറയുന്ന നാമരൂപങ്ങളാണ് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലത്തെ എല്ലാ വസ്തുക്കളും ബ്രഹ്മത്തിൽ പൊങ്ങി കുറച്ച് നേരം നിന്ന് മറയുന്നതാണ് എല്ലാം. ഏതുപോലെ, ഉദകപ്പോള പോലെ, വെള്ളത്തിലത്തെ പൊള്ള പോലെ, അല്ലെങ്കിൽ സമുദ്രത്തിലെ തിര പോലെ പൊങ്ങി താണു ഇല്ലാതെയായി അല്ലേ. അപ്പോൾ അത് ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്താ കാരണം വെച്ചാൽ, ഈ പ്രപഞ്ചം ഉണ്ടാവണു ഒരു പൊള്ള പോലെ അല്ലേ, ഒരു ഇതുപോലെ കുറച്ച് നേരം നിൽക്കണു, അത് കഴിഞ്ഞാൽ ഇല്ലാതെയായി പോണു. ശാശ്വതമല്ലല്ലോ. ശാശ്വതമായിട്ട് ഒന്നേ ഉള്ളൂ, ആ ബ്രഹ്മശക്തി, അദ്വൈത ശക്തിയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഉദാഹരണം പിന്നെ നമുക്ക് പറഞ്ഞു തന്നത് ഉദകപ്പോള പോലെ എന്നുള്ളതിന് വലിയ അർത്ഥമാണ്. അതായത് ഉദകപ്പോള പോലെ പറഞ്ഞാൽ അത്ര അസ്ഥിരാണ്, വെറും നാമരൂപങ്ങളാണ്. അത് മണ്ണിൻ്റെയൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, കുറേ മണ്ണ് കുഴച്ചെടുത്തിട്ട് പല പല പാത്രങ്ങളുണ്ടാക്കി, അതൊക്കെ തല്ലി പൊട്ടിച്ചാൽ മണ്ണല്ലേ ഉള്ളൂ അവിടെ. പക്ഷെ കുറച്ച് നേരത്തേക്ക് പല നാമങ്ങളിലും രൂപങ്ങളിലും നമ്മൾ കണ്ടു. അതിപ്പം നമ്മൾ തല്ലി പൊട്ടിച്ചില്ലെങ്കിൽ തന്നെ പൊട്ടും എപ്പോഴെങ്കിലും, എന്നിട്ട് മണ്ണാവും. അപ്പോൾ അവിടെ ശരിക്കും മണ്ണ് മാത്രമേ ഉള്ളൂ അല്ലേ. അതേപോലെ ഉദകപ്പോള പോലെയാണ് നമ്മൾ ഈ ജനന മരണങ്ങളൊക്കെ, ജീവിച്ച് മരിക്കുന്നത് ഒരു വെള്ളത്തിലെ പോള പോലെ അത്ര ക്ഷണികാണ്, അസ്ഥിരാണ് എന്ന് പറയാനാണ് അങ്ങനെ പറഞ്ഞതേ. എന്നാൽ
ഇനി അതിന്ന് ഒരു അപ്പം അതാണ് പറയണത്, ഉലകപ്പോലെ പോലെ ഉള്ളൂ. എന്നാൽ ആ പൊള്ളം പൊട്ടിയാൽ എന്താ, നമ്മൾ മരിച്ചാൽ എന്താ, ആദ്യം കർമ്മബന്ധനമുണ്ട്. ആ ഇപ്പോൾ ജനിച്ചു ജീവിച്ചു മരിച്ചു എന്നാൽ ഗതിയുണ്ടോ, മോക്ഷമുണ്ടോ? ഇല്ല. കർമ്മബന്ധനം ഉള്ളിടത്തോളം കാലം വേറൊരു ദിക്കിൽ ഈ പറഞ്ഞ പോലെ വേറൊരു അച്ഛൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ നമ്മുടെ സൂക്ഷ്മ ശരീരം കയറി അച്ഛനത് അമ്മയ്ക്ക് നൽകി നമ്മൾ പിന്നെയും ജനിക്കണം. അപ്പോൾ ഇതൊരു നെവർ എൻഡിങ് സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്തിൽ നമ്മളിങ്ങനെ ഓടിക്കളിക്കുകയാണ്. അതാണ് പറഞ്ഞത് പിന്നെ എഴുത്തച്ഛൻ എന്താ, ജനനാന്തിയെ നിത്യഗതി ഇല്ല, മോക്ഷമില്ല, കർമ്മബന്ധനമുണ്ട്. അപ്പോൾ കർമ്മബന്ധനം ഇല്ലാതെ ആവണം. കർമ്മബന്ധനം ഇല്ലാതെ ആവണാനുള്ള വഴിയാണ് എന്ത് പറഞ്ഞത്, കർമ്മബന്ധനം ഇല്ലാതെയായി നമ്മുടെ ജന്മം ഒടുങ്ങാനുള്ള വഴിയായിട്ടാണ് പറയണത് എന്ത്, ത്വദ്ഭക്തി വർദ്ധനം ഉദിക്കണം എന്ന്. ആദ്യം ഭക്തി ഉണ്ടാവണം. ആ ഭക്തി വർദ്ധിച്ച് വരണം. എല്ലാം ഭഗവാനായി തീരണം. അപ്പം നമ്മുടെ മനസ്സ് ശുദ്ധമാകുമ്പോൾ തത്വജ്ഞാനം വിചാരം വരും. നമുക്ക് തന്നെ തത്വവിചാരം ചെയ്യാൻ തോന്നും. നമ്മൾ തത്വവിചാരം ചെയ്യേ ഞാൻ ആ പരമാത്മാവ് തന്നെയാണ്, ഞാൻ ആ പരമാത്മ ചൈതന്യം തന്നെയാണ്, ഞാൻ അഖണ്ഡ ബോധസ്വരൂപം തന്നെയാണ്, അല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല എന്നുള്ള അറിവ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജന്മമില്ല. അപ്പം അത് വരാനാണ് ത്വദ്ഭക്തി വർദ്ധനം ഉദിക്കണം എന്ന് ഞാൻ അതിന് വേണ്ടി ആ ഭക്തി വർദ്ധിക്കാനായിട്ട് എനിക്ക് അങ്ങേ എപ്പോഴും വന്ദിക്കാൻ ഉള്ള ഭാഗ്യം ഉണ്ടാവണേ, നിത്യം തൊഴായി വരിക അല്ലേ. അപ്പോൾ ജനനാന്തി എന്ന നിത്യഗതി എന്നുള്ളതാണ് ആ ഒരു സ്ഥിതി മാറ്റണമെങ്കിലാണ് പറഞ്ഞത്. മനുഷ്യജന്മം സഫലമാവണച്ചാൽ നമുക്ക് എന്ത് വേണം, ഈ മരണത്തിന് മുമ്പ് ഞാൻ ജനിച്ചിട്ടില്ല എന്നും ഞാൻ ജനിക്കണമില്ല ഞാൻ മരിക്കണമില്ല എന്ന് നമുക്ക് ഉറപ്പാവണം. ശരിയാണേ, ശരിക്കുള്ള ഞാൻ എന്ന് പറയുന്ന പരമാത്മാവിന് ജനനവും മരണമൊന്നുമില്ല. ഈ ദേഹാഭിമാനിയായിട്ടുള്ള എനിക്ക് ജനനവും മരണവും ഉള്ളൂ. മറ്റതിങ്ങനെ ഒരു മാറ്റം ഒന്നും ബാധിക്കാതെ നിൽക്കില്ല. അപ്പം ആദ്യം നമുക്ക് ഈ മനുഷ്യജന്മത്തിൻ്റെ സാഫല്യം തന്നെ എന്താ, അത് ബോധ്യമാവുക. ഏത്, ഞാൻ ജനിച്ചിട്ടുമില്ല ജീവിച്ചിട്ടുമില്ല മരിച്ചിട്ടുമില്ല. ഇതൊക്കെ എൻ്റെ ഈ ദേഹാഭിമാനം കൊണ്ടാണ് എനിക്ക് തോന്നണത്. ഞാൻ ആ അഖണ്ഡ ബോധസ്വരൂപമായിട്ടുള്ള പരമാത്മാവാണ്. ഈ ദേഹം ഗീതയിൽ പറയണ പോലെ ജീർണാനി വസ്ത്രാണി, അത്രയേ ഉള്ളൂ. ജീർണ വസ്ത്രം മാറ്റുന്ന പോലെ മാത്രമേ ഉള്ളൂ. ഇത് എനിക്ക് സ്വീകരിക്കുകയോ ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്യാവുന്ന ഒരു വെറും എന്താ പറയുക, ഒരു ഇൻസ്ട്രുമെൻ്റ് പോലെയുള്ളൂ. അത് നമുക്ക് നല്ലോണം ഉറപ്പാവണം. അപ്പോൾ ഈ ദേഹത്തിനോടുള്ള ആസക്തി അഭിനിവേശമൊക്കെ കുറഞ്ഞ് വന്നാൽ തന്നെ നമുക്കത് സാധിക്കുള്ളൂ. അത് കുറഞ്ഞ് വരാനാണ് ഭക്തി വർദ്ധിക്കേണ്ടത്. എന്നാലേ നമുക്ക് ശരിക്കും പറയാ വെച്ചാൽ ഭക്തി വർദ്ധിച്ചാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ നമുക്ക് ഈ ദേഹത്തിനെ ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. വളരെ ഉപയോഗമുള്ളൊരു ഉപകരണമായിട്ട് ഉപയോഗിക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ആ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി നമ്മളെ ഭക്തി വർദ്ധിച്ചാൽ പിന്നെ നമുക്ക് ഈ ദേഹത്തിനോടുള്ള ആസക്തിയൊക്കെ വിടുന്ന മാത്രമല്ല, നമ്മൾ ആ പരമാത്മാവ് തന്നെ ആണ്. അതിന് മരണോ ജനനോ ഒന്നുമില്ല. ഈ ദേഹം ജനിക്കേ മരിക്കേ എന്താച്ചാ ചെയ്തോട്ടെ, ഞാനൊരു സാക്ഷി മാത്രമാണ്, എനിക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതങ്ങട് ആ അറിവ്, അതിനാണല്ലോ ജ്ഞാനം പറയുക, അതങ്ങോട്ട് ഉദിക്കും. അപ്പോൾ പിന്നെ അതങ്ങോട്ട് ഉദിച്ചു കഴിഞ്ഞാൽ ദേഹം മരിച്ചാലും ഒന്നും യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ദേഹം മരിക്കേ ദേഹം എന്താ അനുഭവിക്കുകയോ ചെയ്താലും അതിനെയൊക്കെ സാക്ഷിയായിട്ട് നോക്കി നിൽക്കാൻ സാധിക്കും. അതാണ്
അത് പറഞ്ഞ, അതായത് സത്യസ്വരൂപം നമുക്ക് മനസ്സിലായാലേ നമുക്ക് ശരിക്കും മോക്ഷം കിട്ടുള്ളൂ. അത് ആ തത്വം നമ്മുടെ ഉള്ളിൽ തെളിയണമെങ്കിൽ അനന്യഭക്തി ഉണ്ടായാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഭക്തി വർദ്ധിക്കണമെന്ന് പറയണതേ. അതിനായിട്ട് ഭഗവാനെ നിത്യം പ്രാർത്ഥിക്കാനും സ്മരിക്കാനും ഉള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവണേ. അതായത് അനന്യഭക്തി ഉണ്ടെങ്കിൽ ഭഗവാനെ നിരന്തര സ്മരണ നമ്മൾ ചെയ്യുമല്ലോ. അപ്പം നമുക്ക് പതുക്കെ നമ്മൾ തന്നെ അറിയാതെ നമുക്ക് തത്വബോധം അങ്ങോട്ട് ഉണരും. അതാണ് ഭാഗവതത്തിലൊക്കെ എത്ര ശ്ലോകമാണ് അങ്ങനെ നിശ്ചല്യ. ഭവേ ഭവേ യഥാഭക്തി പാദയോ തവ ജായതേ തഥാ കുരുഷ ദേവേശ നാഥസ്ത്വം നോയത പ്രഭോ. ഇങ്ങനൊരു 100 ശ്ലോകമുണ്ട് ഭക്തി തരണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചൊല്ലിയിട്ട് ഞാൻ ഈ ശ്ലോകം ഈ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചുമുദകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി ത്വദ്ഭക്തി വർദ്ധനമുദിക്കേണമെൻ മനസി നിത്യം തൊഴായി വരിക നാരായണായ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.